എച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാജമ്മയുടെ കോട്ടയിലെത്തിയിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ആക്കണം. പറക്കുന്നതാണ്. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും അമ്മൂട്ടനുണ്ട്. ഞങ്ങളിന്ന് ശരിക്കും പറഞ്ഞാണ്ടല്ലോ രാവിലെ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോവാണ് ഗൈസ്. ഇന്നേക്ക് വലിയൊരു സംഭവം. അതായത് രാജമ്മയുടെ ഇന്ന് ഡ്രൈവിങ്ങിൻ്റെ എന്നാ മുസേ ടെസ്റ്റ്. അതായത് ഇന്ന് രാജമ്മ ലേണേഴ്സ് എടുത്തു. ഇപ്പം വണ്ടി എച്ചെടുക്കാൻ പോവാണ് ഗൈസ്. എച്ചെടുക്കാൻ രാജമ്മയ്ക്ക് അറിയത്തില്ല. രാജമ്മയുടെ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് പോയിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടിരിക്കുക. അപ്പം ഇന്നലെ തൊട്ടേ ആൾ ഭയങ്കര ടെൻഷനാണ്, ഒരു രക്ഷയില്ല. രാത്രി 12 മണിയായപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അതെ നമ്മൾ ഗിയർ ആക്സിലേറ്റർ മീൻസ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വേണോ ഫസ്റ്റ് ഇടാൻ, അതോ ഫസ്റ്റ് ഇട്ടിട്ട് വേണോ ആക്സിലേറ്റർ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ. ആകെപ്പാടെ ഫുള്ള് കുളമാണ് ഗൈസ്, ഫുള്ള് കുളമാണ്. എനിവേ ഞങ്ങളും ആ ഒരു ത്രില്ലിലാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവരുടെ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ രാജമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, അതായത് വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നുള്ളത്. അപ്പം എപ്പോഴും എന്നോട് പറയും, എടാ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അവളോട് പറയാറുള്ളത്, കാരണം അവൾ ഭയങ്കര ടെൻഷനാണ് എപ്പോഴും. ചെറിയ കാര്യങ്ങൾക്ക് ഒരേ ടെൻഷനാണ്. അപ്പോൾ എനിക്കൊരു പേടി, ഇവളെ എങ്ങനെ വണ്ടി ഓടിച്ച് സെറ്റ് ആകുമോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടി ഓക്കെ കൊണ്ടുപോകാം, പ്രശ്നമില്ല. അപ്പം റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം ആയി അവൾ ഇപ്പം ഓടിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ മോനെ അമ്മ ഏത് വണ്ടി ഓടിക്കണ്ടേ അത് പറ. അമ്മ എന്നും ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പം ഒരു വണ്ടി ഇവിടെ എപ്പോഴും ഓടിക്കാറില്ലേ, ആ ഡ്രൈവർ അങ്കിളിൻ്റെ വണ്ടി, ആ വണ്ടിയല്ലേ എന്നും പോകുന്നത്. എന്നാ കേട്ടില്ല എന്നാ പറഞ്ഞേ? അതെ ഞങ്ങളുടെ അമ്മൂട്ടനെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, അത് പറയാൻ പറഞ്ഞു. ഓക്കെ മതിയോ ഗൈസ്? ഞങ്ങളുടെ അമ്മൂട്ടന് ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം ഞങ്ങൾ അമ്മൂട്ടനും കഴിക്കണം. അമ്മൂട്ടന് കഴിക്കാനുള്ള എവിടെ നമ്മൾ കൊണ്ടുവന്നേ? നമ്മൾ പാക്ക് ചെയ്ത് എടുത്തോണ്ട് വന്നില്ല മൂസ. കാണിക്കും മൂസ നമ്മുടെ പിള്ളേരെ. അത്രേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ മുത്തേ. കണ്ടോ രാവിലെ അമ്മൂട്ടന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് രാവിലത്തെ ഫുഡൊക്കെ ഇച്ചിരി ചപ്പാത്തിയും കുറച്ച് കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പം അതെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങളിത് ഇപ്പം രാജമ്മയുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാതൊക്കെ കിടക്കുകയാണ്. അവൾ അകത്തോട്ട് പോയിട്ടുണ്ട്. ഒരു 8 ആകുമ്പോൾ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഷാർപ്പ് 8:29 ആയപ്പോൾ എത്തി ഗൈസ്. ഷാർപ്പ് 8:29 ആയപ്പോഴില്ല നമ്മളെത്തിയേ. അതെ അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. കപ്പ ഇന്ന് ശരിക്കും പറഞ്ഞോട്ടല്ലോ ഞങ്ങൾ പൊളിക്കും ഗൈസ്. ഞങ്ങളിന്ന് പൊളിക്കും. അമ്മൂട്ടാ അല്ലേ, പേടിയുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു മാസ്റ്റർ? എന്നാ പറഞ്ഞു? എന്നാ പറഞ്ഞേ? മാം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്നോട് മാം പറയാം, സാറിനോട് പറയണേ അവങ്ങളെ നോട്ട് പണി പറക്ക എങ്കയാவது പോയി നിന്നിട്ട് ടെൻഷൻ അടിച്ച്. രാജമ്മ ശരിക്കും പറഞ്ഞോട്ടല്ലോ നമ്മുടെ തോക്ക ഇതെന്താ? നിന്റെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് പറഞ്ഞില്ല, എന്തെന്നു? സുമതി ഡ്രൈവിംഗ് സ്കൂൾ. സുമതി ഡ്രൈവിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് രാജമ്മ. അപ്പൊ ഗൈസ് ഞങ്ങള് ഗൈസ് രാജമ്മ നല്ല ടെൻഷനാന്നാ പറയുന്നത് കേട്ടോ. ഞാൻ നോക്കട്ടെ, അടിക്കുന്നുണ്ട് എവിടെയെങ്കിലും. ഒന്നുമില്ല, പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ ഇപ്പം രാജമ്മ പോയിട്ട് ആശീർവാദം മേടിക്കാൻ പോയത് കേട്ടോ. വെറ്റിലാൻ പാക്ക് കൊടുത്തോടി. അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇപ്പം ഞങ്ങൾ നേരെ ഇപ്പം ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് പോവാം കേട്ടോ. ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ, അടുത്താണ് നമുക്ക്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം. ഇവിടെ ഒരു പാർട്ടി നല്ല കുമ്മൻ അടി അടിക്കുന്നു കേട്ടോ. ആരെന്നെ ടെൻഷൻ അടിച്ചിട്ടില്ല, ഇവിടെ ഒരു പ്രശ്നമല്ല അല്ല ബസാ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പയ്യെ വണ്ടി തിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നതായിരിക്കും രാജമ്മ ഏറ്റെടുക്കുന്നത്. ഓക്കെ
അല്ലേ? പിന്നെ HC ആകുമോ എന്തോ. ഓക്കെ ഗൈസ്, അപ്പം വീണ്ടും കാണാം. അതെ, ഞങ്ങൾ ശരിക്കും പറഞ്ഞ നമ്മുടെ രാജമ്മയുടെ എന്നാ ടെസ്റ്റിങ്ങിന്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിനക്കൊരു ടെൻഷൻ ഒന്നും ഇല്ല, ടെൻഷൻ ആകാം. പേടിപ്പിക്കട്ടെ. ഓരോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമല്ലോ ഭയങ്കര പാടാ. പിന്നുണ്ടായിരുന്നുള്ളൂ കുറച്ചേരത്തേക്ക് ഗൈസ്. അപ്പം നമ്മൾ എച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാജമ്മയുടെ കോട്ടയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കണേ, ഗൈസ് ഇങ്ങോട്ട് നോക്കിക്കോ. ഇതാണ് സംഭവം. ഇതാണ് ഇവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എട്ടെടുക്കുന്നതും എച്ചെടുക്കുന്നതുമായിട്ടുള്ള സ്ഥലം. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞോണ്ടല്ലോ പറയണ്ടേ, അപ്പം രാജമ്മ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. ഞാനൊന്നും കൂടെ, ടെൻഷൻ ഉണ്ടോ? പേടിയുണ്ടോ? 1-2 ക്വസ്റ്റ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടാ മതി. ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ നമ്മൾ ഏത് കൈ കാണിക്കണം? റൈറ്റിലോട്ട് തിരിയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും കാണിക്കേണ്ട വരും. അപ്പൊ ഏത് കൈ കാണിക്കും? നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോൾ ഏത് വണ്ടി കൈ കാണിക്കണം? പറയൂ രാജമ്മ. അതന്നെ ചേട്ടാ മോനെ. ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അമ്മൂസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ അമ്മയോട്. ഇന്നലെ രാത്രി എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതുകൂടെ ചോദിക്കാവേ. രാത്രി കിടക്കാൻ നേരത്ത് 12 മണിയായപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിക്കുക. കിടന്നപ്പോൾ ലേറ്റായി. 12 മണിയായപ്പോൾ എന്നോട് ചോദിക്കുക, അതെ ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ബ്രേക്ക് എടുത്തിട്ടാണെന്ന്? അതെങ്ങനെയാ പറ. ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീറ്റ് ബെൽറ്റ്. ഓ മാൻ പോളെ. അടുത്തത് പറയൂ. രണ്ടാമത്തെ കാര്യം അങ്ങനെയല്ല. പിന്നെ വണ്ടി സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പറയൂ. ടച്ച് കൊടുത്ത് ഇത് വലിച്ചു പൊട്ടിക്കല്ലേ. ആ കൂടെയുള്ള സീറ്റ് ബെൽറ്റ് ഫസ്റ്റ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് അങ്ങ് പോവാ. എൻ്റെ മോനെ, ആഹാ. ഞങ്ങളൊക്കെ ഗൈസ് അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോണ്ടല്ലോ ഞാൻ ഈ സീറ്റിലിരിക്കും, ആദ്യം ഈ സീറ്റിലിരിക്കും. അമ്മൂട്ടാൻ നോയോ? ധൈര്യമില്ല. ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ ഇത് കഴിയുമ്പോ സ്കൂളിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പൊ പറയാ വേണ്ട. കൊച്ചിനറിയാൻ കാര്യം അല്ലടാ. ഇരിക്കേ, ടെൻഷൻ അടിക്കാതെ. എവിടാടാ? ഇവരാണ് ഇത് ഓടിക്കുന്നേ. ഇവരുടെ വണ്ടി ഏത്? ടെൻഷൻ ഉണ്ടോ വീണ്ടും? അവരവരുടെ വണ്ടി തന്നെ ഓടിക്കുന്ന അവർക്ക് അറിയായിരിക്കും. നീ ഓടിക്കുന്നോ? ഈ വണ്ടി എനിക്ക് അറിയില്ല. ഞാൻ മറ്റേ ബലനായിരുന്നു ഓടിച്ചേനെ. ഇത് പറ്റത്തില്ല, എനിക്ക് അറിയില്ലപ്പാ. അല്ല ഇതിന് അറിയാനൊന്നുമില്ല. ചെയ്യാൻ പുള്ളിക്കാര് പറഞ്ഞു ചെയ്തില്ലെങ്കിൽ കേറണ്ടെന്ന്. അതെ തന്നെ ഓടിക്കാന്ന്. ഈ പുള്ളിക്കാര് തന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എന്തോ പറഞ്ഞോ. ഇത് സ്റ്റോപ്പ്. പറക്കുന്നതാ. സ്ലോ അല്ലേ? എനിക്കറിയാം രാജാവേ. പിന്നെ വേറെന്നാ കാണിച്ചേ? അവരെ? പിന്നെ ഇതും ഇതുവാന്ന് തോന്നുന്നു. ലെഫ്റ്റോട്ട് തിരിയുമ്പോ റൈറ്റോട്ട് തിരിയും നമുക്ക് ചോദിക്കായിരിക്കും അവര്. അതാവേ തീർന്നു. ലെഫ്റ്റ് ആണെങ്കിൽ വെളി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇല്ല റൈറ്റ് ഇല്ല. പിന്നെ രാജമ്മ, നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ MVD ആയിരിക്കും ഉണ്ടാവുന്നത്. RTO സോറി. RTOയുടെ ഇരിക്കെ ചെന്നിട്ട് കാലയിലൊന്ന് വണങ്ങിയേക്കണം, എല്ലാത്തിനും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അല്ല ഞാൻ പറയായിരുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അയാൾ എഴുതി തന്നാലോ അല്ലേ? അവിടെ ചെന്ന് മൊത്തം കുളവായി പോവാ. എവിടെ? അവിടെ നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ടോ? മാം വന്നില്ല. മാം പറ്റോ? നീ പുള്ളി എന്നാലും പറഞ്ഞു വന്ന് ടെൻഷൻ ആയല്ലോ കേട്ടോ. അല്ല എല്ലാം പറയുകയാണെങ്കിലേ നിനക്ക് പെട്ടെന്ന് ആൾ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അല്ലല്ല നീ ഫുൾ ഔട്ടാവും. എനിക്കത് മനസ്സിലായതാ. പിന്നെ സ്റ്റിയറിംഗ് എങ്ങോട്ടാ വെക്കണ്ട, ഇതെങ്ങോട്ടാ വെക്കണ്ട. പിന്നല്ലാതെ
അയ്യോ എന്നാ അതിനിപ്പോ എന്നാ നല്ല കാര്യല്ലേ? അയാൾ അപ്പുറത്തെ സീറ്റ് ഇരുന്ന് നോക്കും. സാറ് പറയിരുന്നോ? അതെനിക്കറിയാം, സാറവിടെ ഇരിക്കുന്നത്. എന്തിന് നിന്റെ കൂടെ ഈ വണ്ടികളൊന്നും അല്ല, എന്റെ കൂടെ വണ്ടി കയറുന്ന. നിന്റെ കൂടെ കയറാനാ? അന്നേരം പുള്ളി പറയായിരിക്കും ഫസ്റ്റ് ഇടന്ന് പറയുന്നല്ലേ മറ്റേ ഇതിനകത്ത പോലെ. ഫസ്റ്റ് ഞാനാണ് ഇടത് ചേട്ടാ. എന്തെങ്കിലും ചോദിച്ചു ലക്ഷ്മി പറയത്തില്ലേ, പിടിച്ചോ പിടിച്ചോ ലോറി വരുന്നു. പോട്ടൊരു പ്രാർത്ഥിക്കണേ, പോട്ട് വരാൻ പ്രാർത്ഥിക്കണേ. എടി അങ്ങ് പൊളിച്ചിരിക്കട്ടെ കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പറയൂ പൊളിച്ചെടുക്കും ഉറപ്പാ. ശരി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ, ഞാൻ കോള എടുക്കണേ. ഗൈസ്, രാജമ്മ പോവാണ്. പാവം, കൊടയൊക്കെ നൂർത്തിയാ പോകുന്നത്. അപ്പം നമ്മുടെ രാജമ്മ അങ്ങോട്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല ടെൻഷനുണ്ട്, ആ മുഖത്തത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ചെറിയ കാര്യങ്ങൾക്ക് വരെ അവൾക്ക് നല്ല ടെൻഷൻ എടുക്കുന്ന കൂട്ടത്തില്ല. അപ്പം ഇന്നത്തെ കാര്യം എനിക്ക് നല്ലോണം അത് ഫീലാവും. പാവം, കാറെടുത്തു. ആരെടുത്തേ? അമ്മയാണോ? അപ്പം പോയിട്ടുണ്ട്, ഞാൻ ആശീർവദിച്ച് വിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാവേ. അവളുടെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി എടുത്തുകൊണ്ട് അവർ വരുന്നുണ്ട്. അവളാണോ ഓടിക്കുന്നത് എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ, കാണിക്കാം. ഇത് എൻ്റെ ബൈക്കിലോട്ട് നോക്കണേ. എൻ്റെ ബൈക്കിൽ കൂടെ വരുന്ന വണ്ടിയാണ് രാജമ്മയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ. ഓക്കെ, ഇത് കണ്ടോ, ഇത് ദാസാണ് പോയത്. കണ്ടോ, പൊളിയല്ലേ? തിരിപ്പുണ്ട്. അങ്ങോട്ടാ അമ്മ എവിടെ ഇരിക്കുന്നേ? ബാക്കിലാണോ? ഞാൻ ഓടിക്കാൻ തുടങ്ങിയില്ലല്ലേ? അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടേ. നമുക്കപ്പം വെയിറ്റ് ചെയ്യാല്ലേ? അടിപൊളി ഗൈസ്. അപ്പം രാജമ്മ എന്നോട് ഇപ്പൊ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് ഒതുക്കിയിട്ടേക്കാവെന്ന്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്നാടാ? അല്ല, എങ്ങാനും ഞാൻ അതിൻ്റെ കൊണ്ട് തട്ടിയാലോ? പാവപ്പ് ജലമുട്ടി ഒന്ന് സൈഡിലോട്ട് ഒതുക്കിയിട്ടതാ കേട്ടോ. സെക്കൻഡ് റൗണ്ട് വണ്ടി പോകുന്നുണ്ട് അങ്ങോട്ട്. രാജമ്മ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. രാജമ്മ ഓടിക്കാൻ തുടങ്ങിയില്ല, രാജമ്മ പുറയിലാ ഇരിക്കുന്നത്. അമ്മ ഗൈസ്, രാജമ്മയാണോ ഓടിക്കുന്നത് ഗൈസ്? രാജമ്മ ആന്ന്, കണ്ടോ പൊളിയില്ലേ? അതാണ് കാർ പോലും സ്റ്റാർട്ടാക്കാതെ ഓണാക്കിയത്. ടെൻഷൻ അടിച്ചിട്ട് ഓണാണോ അല്ലെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറയണേ തെറ്റിക്കഴിഞ്ഞാൽ ആർക്കും നോക്കി ചിരിച്ചു കാണിക്കരുത്. ഒന്നാമത് ദേഷ്യക്കാരനാണ്. പേടിപ്പിക്കാതെ കുഴപ്പമുണ്ടായിരുന്നു ഓടിച്ചിട്ട്. നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. ഇനി അടുത്ത ഓടിക്കും, അതാണ് ഒറിജിനല്. നീ വലിയായിട്ട് പേടി കണ്ട അയാളെടുത്ത് ഓടിക്കും കേട്ടോ. അയാൾ അപ്പുറത്തിരിക്കുന്നു. അയ്യോ പേടിക്കാതെ. ശരി ഗൈസ്, അവിടെ കട്ട ക്ലാസ് ഡേയാണേ. അതായത് വണ്ടി എടുക്കുന്നതിന് മുമ്പ്, അതായത് ടെസ്റ്റിന് മുമ്പ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും ഹാൻഡ് സിഗ്നൽ. അതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ. കണ്ടോണേ, രാജമ്മയുടെ കൂടെ കണ്ടോ, ഇതാണ് സംഭവം. കണ്ടോ ഗൈസ്, ഭയങ്കര ടഫ് കോമ്പറ്റീഷനാണ് ഗൈസ്, ടഫ് കോമ്പറ്റീഷൻ. ലൈനപ്പാണ്, ലൈനപ്പ് രാജപതിക്ക് കേട്ടോ. ട്രെയിനിങ് കൊടുക്കുകയാണേ രാജമ്മയ്ക്ക്. കാര്യം മാത്രമല്ല, ഇത്രയും പേരുണ്ട്. അതായത് സുമതിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇത്രയും പേരുണ്ടായിരുന്നു. ഇവർക്ക് ഇന്ന് ടെസ്റ്റ് എടുക്കാൻ ഉണ്ടായിരുന്നത്. അപ്പം ഹാൻഡ് യൂസ് ചെയ്ത് സിഗ്നലിൻ്റെ കാണിക്കുന്നതാണ്. രാജം വലുതെന്ന് പറയുമ്പോഴത്തേക്കും വലുത് തന്നെ മൂട്ട. വെട്രിതരമായിട്ട് ഓടിച്ചു വന്ന് ഗായ്സ്. എന്തോ ചോദിക്കുന്നുണ്ടല്ലോ അമ്മൂസേ? ഡോറ് തുറക്കാൻ അറിയത്തില്ലതാണോ? ആ ചേട്ടൻ തുറന്നു കൊടുക്കുമായിരുന്നല്ലോ അമ്മൂട്ടനെ. അമ്മയ്ക്ക്
കണ്ടോ? അടാടാ അമ്മ ഇറങ്ങി 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 ഇറങ്ങി. സമയം കഴിഞ്ഞു. വേണ്ടേ? സന്തോഷം. അമ്മയ്ക്ക് മുഖത്ത് കാണാവേ. കണ്ടോണേ, ആള് വരുന്നുണ്ട് ഗൈസ്. ആ പുള്ളിന്റെ സ്റ്റീറിംഗ് പിടിച്ച് അതല്ലടാ, ഈ പുള്ളി അറ്റ ടൈമിലാ ചോദിക്കുന്ന ഹാൻഡ് സിഗ്നല്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റീറിംഗ് പോവില്ലേ? അതല്ലടാ, പുള്ളിയോട് പറയണേ ഒരു പാട്ടി കൂടെ ട്രെയിൻ പണിയിട്ട്. ഞാൻ പറഞ്ഞു വേണം വേണം, ഞാനേ കത്തിക്കറേപ്പോ. ഇങ്ങനെ പാസെന്നാണ് ഇത് കാണിക്കാൻ പാടില്ല. മോനെ അപ്പൊ വെട്രിപരമായിട്ട് പാസ്സായില്ലേ? കണ്ടായിരുന്നോ? അടിപൊളിയാടി. ഉടയാട്ടോ അടിച്ച്. എന്നാ എന്നാ വെച്ചേ? கேரளாவா? ஆதார் கார்டுல இருக்கா? ஏன் முன்னாடி எதுவும் சொல்லலையே? ശരി ഞാൻ പറഞ്ഞേ ഇത് അതും പറയാം, അതും കുറ്റായി പോയോ? ശരി ഓക്കെ ബൈ. എല്ലാം കഴിഞ്ഞിട്ട് വ്യക്തിപരമായി രാജ്മ വരുന്നുണ്ട്. ഗൈസ് എവിടെ ഇരിക്കെ മോളെ? പൊളിച്ചാ? സെറ്റായിരുന്നാ? എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. എവിടെ? നമ്മുടെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു പറ? നല്ല വെയിലായിരുന്നു. പിന്നെ ഓ വെള്ളം കൂടി എല്ലാം കൂടി. എങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോടാ? ആണോ? ഇവിടെ വേറെ വല്ല പരിപാടി ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. രാജമ്മ രാവിലെ ഒരു 8 മണിയായപ്പോൾ ഫുഡൊന്നും അടിക്കാതെ ടെൻഷൻ്റെ പുറത്ത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ആള്. ഇപ്പം ഇപ്പം പറയാം നല്ലോണം വിശക്കുന്നുണ്ട്. അന്നേരം കഴിക്കാൻ പറഞ്ഞ പക്ഷെ കഴിച്ചില്ല. സോ ഇപ്പം നമ്മളതുകൊണ്ട് നമ്മുടെ റെഗുലർ കട സംഗീതാസ് പോയിട്ട് ഒരു സ്പെഷ്യൽ മീൽസ് ഞാൻ സ്പോൺസർ ചെയ്തിരിക്കും രാജമ്മ, നിനക്ക് വേണ്ടി. അപ്പോൾ രാജമ്മ നമ്മൾ ഉദ്ദേശിച്ചല്ല കേട്ടോ, ആള് പൊളിയാ. വ്യക്തിപരമായിട്ട് വിജയം അല്ല വിജയ ഇത് മൊത്തം ഓടക്കുവാണല്ലോ. എന്നാ പറഞ്ഞ? അയ്യോടാ. ഓക്കെ. രാജമ്മയോട് പറയാ. രാജമ്മയോട് ചോദിച്ചു നിങ്ങൾക്ക് തമിഴ് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം രാജമ്മ പറഞ്ഞില്ല കൊഞ്ചം കൊഞ്ചം മലയാളിയാ. എന്നാ പിന്നെ ഇവരെ വെയിറ്റ് പോ ലാസ്റ്റ് വിളിച്ചാ പോരായിരുന്നു, എന്തിനാ ഇപ്പഴും വിളിച്ചത്? ഞാൻ പറഞ്ഞു ഫ്ലുവന്റ് ആയിട്ട് നിങ്ങൾ സ്പീഡിൽ പറയുമ്പോ അറിയത്തില്ല, കേട്ടാ അറിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഓർത്തല്ലെന്നറിയോ, മറ്റേ സലീംകുമാർ വരെ കല്യാണരാമനത് വരത്തില്ലേ, ചത്തക്കളിക്ക് എന്തിനാടാ കൂട്, അതുപോലെ ഞാൻ എന്തിനാണോ ലൈസൻസ് കിട്ടുന്നതെന്നും ഈ സാധനം തന്നെന്ന് ഓർത്തു. അവരോട് പറഞ്ഞ നേരാ ഇത് കവറാ കേട്ടോ. എന്തിനാന്ന് ചോദിച്ചത് നിങ്ങളുടെ അതായത് രാജമോൾ പറഞ്ഞത്. രാജമോൾ പറഞ്ഞ എന്താണെന്നറിയോ? ഇതുണ്ട് ഈ സാധനം ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് അതിടാൻ വേണ്ടി ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ട് രാജമ. അതായത് ഇത് ഏതായിരുന്നു? സുമതി ഡ്രൈവിംഗ് സ്കൂൾ തൃച്ചി. അടിപൊളി കൊള്ളാം, അടിപൊളി. എന്നാലും കുഴപ്പമില്ല, സംഗതി എല്ലാം പൊളിച്ചു. രാജമ്മ ലൈസൻസ് കിട്ടി. ലോക്കൽ അഡ്രസ് പ്രൂഫ് രാജമ്മയ്ക്കായി. അല്ല നമ്മുടെ നാട്ടിലെ അഡ്രസ് ഇങ്ങോട്ടാ വരുന്നേ. ഇവിടുത്തെയാ? ഓ പൊളി, അത് പൊളിച്ചല്ലോ. അപ്പം ലോക്കൽ അഡ്രസ് പ്രൂഫ് ആയി രാജമ്മയ്ക്ക്. ഇനി എന്നാ വേണം? ഛേ അത്രേ ഉള്ളൂ. ഇപ്പൊ തനി തമിഴത്തിയായേ. ഇനിയും ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. നല്ല വിശപ്പുണ്ട് മോനെ, ഒരു ആന തിന്നാനുള്ള വിശപ്പ് ഇല്ലെന്നേ. രാവിലെ ഞാൻ നല്ല കിണ്ണൻ ഫുഡായിരുന്നു മോനെ ഇന്ന് രാവിലെ. ഫുള്ള് പൊളി കുക്കിംഗ് ആയിരുന്നു. കിഴങ്ങ് കൊണ്ട് അങ്ങനെ നീറാടുമായിരുന്നു ഞാൻ. പക്ഷെ എല്ലാരും പറഞ്ഞ അതാണ് കേട്ടോ. നമ്മളെപ്പോഴും കളത്തിൽ ഇറങ്ങത്തില്ല, പക്ഷെ കളത്തിൽ ഇറങ്ങിയാണല്ലോ മോനെ അങ്ങോട്ട് തകർത്തിരിക്കും. സ്ഥിരമൊന്നും ഇല്ല. അല്ല പിന്നെ ഗൈസ് വല്ലപ്പോഴും ഉള്ളൂ. മേലാതൊക്കെ ഇരിക്കുമ്പോൾ ഇന്ന് രാവിലെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാം. ഞാനെല്ലാം ഒരുക്കി കട്ട് ചെയ്ത് എല്ലാം വെച്ചിട്ടാണ് ഞാൻ പോയത്. മസാലപ്പൊടി ഇടുന്ന കുടിച്ചേ ഉള്ളൂ. ഓപ്പൺ ആയിട്ട് പറയാതെ രാവിലെ 5:30 മണിക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഇനി അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളായിട്ട് രാവിലെ
രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡ് അടിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ വീട്ടിൽ വന്ന് കയറി. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതിൻ്റെ കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പം ഒരു ഉറക്കം പാസ്സാക്കണം ഇനി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. രാജമ്മ അങ്ങനെ അവളുടെ വലിയൊരു ആഗ്രഹം സഫലീകരിച്ചു. ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തു, പാസ്സായി. ഇപ്പോൾ ഇനി എൻ്റെ പേപ്പർ വരേണ്ട നമ്മുടെ ലൈസൻസ് കൈ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ഒരാഴ്ച എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം എനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പം കാണുന്നവർ ആ ലൈക്കിൻ്റെ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ആ ബെല്ലില്ലേ ടിങ് ആ സാധനത്തിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ നല്ല വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കും. അപ്പം ഇത് ഓർമ്മയിൽ വെക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ടിൽ ദെൻ ബൈ.